സാറേ, എൻ്റെ പൈസ റെഡി ആയിട്ടില്ല. സിനിമാ പ്രാന്ത് ഊത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തി അടിച്ചുകറക്കി ഇടാൻ പറഞ്ഞ് കേൾക്കത്തില്ല. ബോംബെ വരെ എത്തിച്ചു കൊടുത്താൽ മതി. പോത്തിന്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പും. എടി നീ ഇത് എവിടെ നിൽക്കുന്നേ? ഇയാൾ ഇങ്ങനെ പുറകെ നടന്നാലേ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഓ, അതിങ്ങനെ ഉറച്ച് തീർക്കാതിടി മോളെ. എല്ലാ മാസവും വാങ്ങിക്കാൻ അമ്മയുടെ കയ്യിൽ കാശില്ല. നിങ്ങളുടെ നാടകത്തിന്റെ കാര്യം എന്തായി? ഈ പ്രാവശ്യങ്ങളിൽ സ്റ്റേറ്റിൽ പോവോ? അമ്മ ഉറപ്പിച്ചോ, ഈ വർഷത്തെ സ്റ്റേറ്റ് ഫസ്റ്റ് ഞങ്ങൾക്ക് തന്നെ. GVHSS മുട്ര അവതരിപ്പിക്കുന്ന നാടകം അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിയോ? ആ അമ്മ, ചുമ്മാതല്ല ഈ രക്തചന്ദനം ഇട്ടിങ്ങനെ ഉറച്ചോണ്ടിരിക്കണ. എടി, അത് വെള്ളൊഴിച്ച് കളയല്ലേടി മോളെ. കാശ് കുറെ കൊടുത്ത് വാങ്ങിയ സാധനമാണതേ. ബാക്കിയുള്ളത് അമ്മക്ക് തേച്ചതാ. നേരത്തെ പുച്ഛം വാരി എറിയുമായിരുന്നല്ലേ. അല്ലേലും ഇത്ര ബ്യൂട്ടി കോൺഷ്യസ് ആയ ടാറ്റു ചെയ്ത അമ്മ വേറെ ആർക്കാ ഉള്ളത്? ഈ ടാറ്റുവിന്റെ കാര്യം തന്നെ ഓർപ്പിക്കലടി മോളെ. So silly, മമ്മി. നമ്മളിടെ മോനല്ലേ ഇതാടാ, ഇതൂടാ ഇങ്ങനെ റോഡി കുഴക്കണം. പോടാ, പിള്ളേരെ കൊണ്ട് ഓരോന്ന് പഠിപ്പിച്ച് വിട്ടോളൂ. അമ്പിളിയോ കിളി പറഞ്ഞ് നടക്കുക. ഞാൻ മോൻ പിന്നെ എങ്ങനെ വരും? പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമാണ്. എൻ്റെ അമ്പിളി, നീ വീട് കത്തിക്കൂ. എന്തോ സാറേ, ഞാൻ അങ്ങനെ ചെയ്യോ? സാറിന്റെ സിനിമ ഇറങ്ങി ഹിറ്റായിട്ട് വേണം എനിക്ക് ഈ നാട്ടിൽ ഒന്ന് ഗമയോടെ നടക്കാൻ. നീ എൻ്റെ ലെവല് ഒരുപാടങ്ങ് ഞെളിയാൻ നിൽക്കണ്ട. പടപ്പക്കരയിൽ നിന്ന് സന്തോഷ് വിളിച്ചായിരുന്നു. അവൻ്റെ കയ്യിൽ നല്ലൊരു നേപ്പാളി കുക്കുണ്ടെന്ന്. അവരെ ഫാമിലിയായിട്ട് വന്ന് താമസിച്ചോളൂ. ഭർത്താവ് ഊർക്ക, നല്ല സുരക്ഷിത. സാറേ എന്തുവാ ഇത്? ഈ ലോകത്തൊന്നും അല്ലേ സാറ് ജീവിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഒരു കൂർക്ക വീട്ടുടമ വീട്ടിൽ പണം അപകരിച്ചത്. പടപ്പക്കര സന്തോഷിന്റെ ഊർക്കേ ബുദ്ധമതക്കാരനാ. ഏത് മതക്കാരനായാലും കൂർക്കയുടെ കൈ കത്തിയുണ്ട്. അതേത് നിമിഷവും സാറിന്റെ നേർക്ക് വരാം. സാറ് പേടിക്കണ്ട, ഈ അമ്പിളി ഉള്ളിടത്തോളം ഒരുത്തനും ഒരു ചുക്കും ചെയ്യത്തില്ല.
ഡേ വെയിൽ കൊണ്ടിരിക്കാതെ ഷാൾ എടുത്തിട്ട് മോളെ. വൈകേ നീ അകത്ത് കയറി പോ. കേറി പോടി അകത്ത്. എന്തോന്നമ്മ? അല്ലേലും അമ്മ ഇങ്ങനെ എന്നോട് ആർക്കും സ്നേഹമില്ല. ഇങ്ങനെ കറുത്ത നിറം ഉണ്ടായോണ്ടായിരിക്കും അവരെന്നെ നാടകത്തിൽ നിന്ന് ഒഴിവാക്കിയത്. അഗ്നിസാക്ഷിയിലെ തേതിക്കുട്ടിക്കും ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ അനുഭവം. എന്റെ സാർ ഒറ്റയ്ക്കിരുന്ന് ആരോടത്ര സല്ലപിക്കുന്നേ? ആൾക്കാർ ചാൻസ് ചോദിച്ചു ഞാൻ പിന്നെന്തോ ചെയ്യാനാ? നായികയായിരിക്കും ഇല്ലേ സാറേ? വർഷങ്ങളോളം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച ഒരു ജവാനാണ് ഞാൻ. നിനക്കറിയോ, തീഷ്ണമായ യുദ്ധങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും നേരിട്ടവനാണ് ഈ ആജയ്. ടീനിറ്റ് വിട്ടൊരു കളി ഇന്നേ വരെ കളിച്ചിട്ടില്ല. മറ്റെന്തിനേക്കാളും സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി. അയ്യോ വീലമ്പണന്മാരായ പ്രൊഡ്യൂസർമാരെ കാരണമാണ് ഇന്നേ വരെ ഒരു സിനിമ പിടിക്കാൻ പറ്റാഞ്ഞത്. നീ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാമ്പിളി. ശരി സാർ. അച്ഛാ, എനിക്ക് കുറെ കഥകളും കവിതയും എഴുതാൻ ഭയങ്കര ആഗ്രഹം. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാകണം. അച്ഛൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് വേണം. ഓ, നിന്റെ അച്ഛൻ എഴുതി തീർത്ത പേപ്പറിന്റെയും പേരുടെയും പൈസ ഉണ്ടായിരുന്നെങ്കിലേ 10-30 സെന്റ് വസ്തു മേടിക്കായിരുന്നു. ഓ, ദാരിദ്ര്യം പറയാതെ അമ്മ. ഞാൻ വേണ്ട സമയത്തെ നിന്റെ അച്ഛന്റെ പ്രാന്തിനെ എതിർത്തില്ല. അതാ എനിക്ക് പറ്റിയ തെറ്റ്. ഓ, ലോകത്തുള്ള മേക്കപ്പ് ഇങ്ങനെ വാരി തേക്കാതെ മോളെ. വേഗം സ്കൂളിൽ പോകാൻ നോക്ക്. ഇത് എന്ത് ഹെയർ സ്റ്റൈലാണ് നീ കാണിച്ചു വെച്ചിരിക്കണത്? ഇങ്ങനെയാണ് സ്കൂളിൽ പോണത്? മര്യാദ ചീ കിട്ടിയേ. നീ ഇവിടെ സ്ക്രിപ്റ്റ് വെട്ടിയും തിരുത്തിയൊക്കെ ഇരുന്നോ? ഒരു ആട് ഡയറക്റ്റ് ചെയ്യാൻ തന്നിട്ടേ ആ പ്രൊഡ്യൂസറോട് നീ എന്തോ പറഞ്ഞേ? അജയ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത്. നമ്മൾ രണ്ട് വൈബാ, നമ്മൾ തമ്മിൽ ചേർത്തില്ല. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഈ ചക്കപ്പായസം തേങ്ങാപ്പായസം എന്നൊക്കെ പറഞ്ഞ് കണ്ട ചവറൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് നടന്നിട്ട് സമൂഹത്തിന് എന്ത് സന്ദേശം കൊടുക്കുന്നത്? പിന്നെ സമൂഹത്തിന് സന്ദേശം കൊടുക്കുമല്ലേ എൻ്റെ പണി. കയ്യിൽ ചിക്കിലും ഉണ്ടെങ്കിലേ ഏത് സമൂഹവും കൂടെ നിൽക്കും. പിന്നെ നീ പറഞ്ഞ ചക്കപ്പായസവും തേങ്ങാപ്പായസവും ഒക്കെ കൊണ്ടാ വെറും വാഴത്തളത്തിൽ രാജനായ ഞാൻ പ്ലേ ബോയ് രാജനായത്.
അതും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ ലൊക്കേഷൻ നോക്കാനും സ്ക്രിപ്റ്റ് എഴുതാനുമായിട്ടും ഒക്കെ കുറെ കാശിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല. അതെപ്പോൾ തരും അത് പറ. നിങ്ങളുടെ പൈസ ഞാൻ തരും. അതിനിപ്പോൾ ആരെ കൊന്നിട്ടാണെങ്കിലും തരും. കൊല്ലുന്നതും തരുന്നതൊക്കെ നിന്റെ കാര്യം, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പിന്നെ എന്നെ കൊല്ലാതിരിക്കാൻ കഴിയുമോ സാറേ? ഇതുമ്പുന്നു. അയ്യേ, DSP വേണോ? വെട്ടിയേക്കാം. പട്ടാളക്കാരനോട് അജയ് ഘോഷ് സാറേ. സാറേ ഇരി. ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. ഓഹോ, തനിക്കിതിനു മുമ്പ് വല്ല എക്സ്പീരിയൻസും ഉണ്ടോ? ഞാൻ 2-3 നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പേരനിമോൻ, നാള് വിശാഖം, അങ്ങനെ 2 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമൊക്കെ കാശിന് 10 നിലയ്ക്ക് യൂട്യൂബിലുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ന്യൂ ജനറേഷൻ എക്സ്പെരിമെൻ്റൽ ക്ലാസിക്കൽ മൂവിയാണ്. 2 കഥാപാത്രങ്ങൾ. പിന്നെ നിന്നിൽ എനിക്കൊരു വിശ്വാസം വന്ന നീ ആയിരിക്കും നായകൻ. സാർ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തോളാം സാറേ. നീ എന്ത് പറഞ്ഞാലും ചെയ്യണ്ട, കഥാപാത്രം ആവശ്യപ്പെടുന്നത് ചെയ്യണം. ക്യാമറ വയ്ക്കുന്നതിന് മുമ്പ് എനിക്കെല്ലാം നേരിട്ട് കണ്ടൊന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോൾ തന്നെ അഭിനയിച്ച് കാണിക്കാം സാറേ. ഞാൻ ഫൈറ്റ് ചെയ്യും, ഡാൻസ് കളിക്കും. അതൊന്നിപ്പം വേണ്ട. എന്നാലും സാറിൻ്റെ ഈ കഥാപാത്രം എനിക്ക് തന്നെ തരണം സാറേ. ഞാനാകുമ്പോൾ പിന്നെ സാറിന് ഈ ഡേറ്റിൻ്റെ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ. തക്കാലം അവിടെ ഇരി. ഞാൻ പറയുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. അജയ് സാറേ, ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ്. പവർ ഓഫ് അറ്റോർണി സാറിൻ്റെ പേരിലാക്കി തരും, അതായത് സാറിൻ്റെ ബാനർ. നമ്മൾ അത് കൊണ്ടുപോയി ഫിനാൻസർക്ക് കൊടുക്കും. ഫിനാൻസർ അത് മെർജ് ചെയ്ത് സാറിൻ്റെ പടത്തിന് പണം തരും. അധികമില്ല, 6 മാസം കാലാവധി, 7% പലിശ, 13% ലാഭവിഹിതം. ഇതൊക്കെ നടക്കുന്ന പരിപാടിയാണോ? സാറിൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയില്ലേ? ആ സിനിമ എടുക്കാൻ പ്രാർത്ഥൂത്ത് കിടക്കുന്ന പയ്യൻ്റെ കയ്യിൽ 5 ലക്ഷം ഉണ്ടാവുമല്ലോ. 10 ലക്ഷം ആയോ? 8 ലക്ഷം രൂപ എടുത്താൽ നടക്കും. പക്ഷേ നിങ്ങളത് തൃച്ചി കൊണ്ടുപോയി കൊടുക്കണം. ഞങ്ങൾ തന്നെ പോകണം? പിന്നെ അല്ലാതെ. സാറേ, എൻ്റെ പൈസ റെഡി ആയിട്ടില്ല. സിനിമാ പ്രാന്ത് ഊത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തി അടിച്ചു കറക്കി ഇടാൻ പറഞ്ഞ് കേൾക്കത്തില്ല. ബോംബെ വരെ എത്തിച്ചു കൊടുത്താൽ മതി. പോത്തിൻ്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പും. ഹലോ. സാറേ, ഞാനിവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കോഫി ഷോപ്പിലുണ്ടായിരുന്നു. നമ്മുടെ പടപ്പക്കര എടുത്താ സാറേ? അതെ. ഇവിടെ ഉണ്ട് സാറേ, വന്നാൽ മതി. ശരി സാറേ. ഓക്കെ.
എടി നീ ഇത് എവിടെ നിൽക്കുന്നേ? അതെ, ഞാൻ എൻ്റെ പാട് നോക്കി പോകും, ചുമ്മായിട്ട് ചുറ്റിക്കരുത് തന്നെ. നീ എവിടാ? എങ്ങും പോണ്ട, ഞാൻ നിന്റെ വീട്ടിലുണ്ട്. എന്നാലും നീ പറഞ്ഞല്ലോടി, ഞാൻ നിന്നെ ഇട്ടേച്ച് പോന്നു. ഇത്രയും പൊസസീവ് ഒന്നും ആവണ്ട. അറ്റ്ലീസ്റ്റ് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൂടായിരുന്നോ നിനക്ക്? ശരിയാണ്, എനിക്ക് പറ്റിപ്പോയി. എന്ത് പറ്റിയെന്നാ? രാവിലെ 6 മണി മുതൽ 8 മണി വരെ എല്ലാ വേദനയും മറന്ന് നാട്ടുകാരെ മുന്നിൽ ഇളിച്ചു കാണിച്ചിരിക്കുന്ന ഒരു സെയിൽസ് ഗേളാണ് ഞാൻ. എത്ര കഷ്ടപ്പാടാണെങ്കിലും എൻ്റെ കുടുംബം നോക്കാൻ ആ കൊച്ചു വരുമാനം മതിയായിരുന്നു. അതും നഷ്ടപ്പെടുത്തി. ആയിക്കോട്ടെ, ശരി, കാണാം. കരഞ്ഞാൽ തീരുന്ന പ്രശ്നമൊന്നും അല്ലിത്. നിനക്കറിയോ, നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക്. നിന്റെ കൂടെ 1-ാം ക്ലാസ് മുതൽ പഠിച്ചവനല്ലേടാവൻ. ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കിട്ടിയപ്പോൾ കൂട്ടുകാരൻ്റെ പെണ്ണിനെ പിടിക്കാൻ ധൈര്യമായില്ലേ? എന്നാണ് നീ അവനെയൊക്കെ മനസ്സിലാക്കുന്നേ? മോളെ, സിനിമ സ്വപ്നം കണ്ടാണെന്ന് എനിക്ക് ഒരവസരം കിട്ടിയില്ല. അത് നിന്നിലൂടെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. കിട്ടിയപ്പോ വയറ് നിറച്ച് കിട്ടിയല്ലോ. ചെന്ന് നോക്ക്, എല്ലാ പോൺ സൈറ്റില് എന്റെ ഫോട്ടോസ് കാണാം. വെയിലോർമകൾ ചായുമീ താഴ്വര, കനലോവുകൾ മായുമീ സന്ധ്യയിൽ, നിറസ്നേഹമായി വിൺമേഘങ്ങൾ ചേക്കേറുമ്പോൾ, മിഴിനീരുകൾ പൊഴിഞ്ഞിടുമ്പോൾ, ഓമലേ സ്നേഹതാരമേ, ഓമലേ സ്നേഹതാരമേ, നീട്ടിക്കെടാതെ എന്നും മനത്തിൽ വടാതെ കാത്ത്, പ്രണയം പൂവണിയാൻ അരിവെച്ച് തൂവച്ചതു ഓമലേ. സന്ധ്യ പൂക്കുന്ന നിലാവിൻ നിഴലിൽ സ്നേഹക്കൂട്ടായി കടന്നു ചേക്കേറാൻ പോകാം. കുറുമ്പു കാട്ടുന്ന പ്രണയം ഹൃദയത്തിൽ ഒരിട്ടു ചോരാതെ മധുരം നുണയാം. ഓമലേ സ്നേഹതാരമേ, ഓമലേ സ്നേഹതാരമേ, നീട്ടിക്കെടാതെ എന്നും മനത്തിരി വടാതെ കാത്ത്, പ്രണയം പൂവണിയാൻ അരിവെച്ച് തൂവച്ചത് ഓമലേ. പ്രണയഗാനം ല്ലോ ഓമലേ, ഓമലേ സ്നേഹതാരമേ, ഓമലേ സ്നേഹതാരമേ, മിഴിത്തിരിക്കെടാതെ എന്നും മനത്തിരി വടാതെ കാത്ത്, പ്രണയം പൂവണിയാൻ അരികെ ചേർത്തു വെച്ചത് ഓമലേ. ആരാ അത്?
ശിവലാലേ ഇതാരാ നോക്കടാ. നീ ആ പടപ്പക്കര സന്തോഷിൻ്റെ അനിയനാണോടാ? ആ സാറേ, ഷെഫീഖ്. ഷെഫീഖോ? സന്തോഷിൻ്റെ അനിയൻ ഷെഫീഖോ? ആഹാ, കൊള്ളാലോടാ. അമ്മ ഒന്നായിരുന്നേലും അച്ഛൻ രണ്ടായിരുന്നു സാറേ, നാരായൺ മുഹമ്മദും. മൊത്തത്തിൽ ഒരു മതമൈത്രി ആണല്ലോടെ. എടാ ശിവലാലേ, നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? എന്ത് കാര്യമാ സാറേ? ആ പെങ്കൊച്ചിനെ വളച്ച് കയ്യിലെടുക്കുന്ന കാര്യം. അതൊരുമാതിരി ഓക്കെ ആയിരിക്കുക. എടേ, ഞാനേ ഒരു പട്ടാളക്കാരനാന്നൊക്കെ വെച്ച് എനിക്ക് ഒരു സിനിമയൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സിനിമയെന്ന് പറയുന്നത് തമാശ കളിയൊന്നുമല്ല. നീ ആ ഫോൺ എടുത്ത പെങ്കൊച്ചിനൊന്ന് വിളിക്കേ. ഇപ്പോഴോ? നീ ആ ഫോൺ എടുത്തൊന്ന് വിളിയേ. വിളി ഇപ്പം തന്നെ വിളി. ഹലോ, വൈകിയല്ലേ? ആ ആണ്. എന്തോ വേണം? ഇയാൾ സ്കൂളിൽ പോകുന്ന ഇത് വഴിക്കാ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ഒന്ന് കാണാനാ. ഇന്ന് സൊസൈറ്റിയുടെ അവിടെ വന്നിട്ട് കണ്ടില്ലല്ലോ. ഇയാൾ ഇങ്ങനെ പുറകെ നടന്നാലേ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അയ്യോ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാ തന്നെ കാണുന്നത്. എന്ന് വെച്ചാ അജയ് ഘോഷിന്റെ അടുത്ത പടത്തിലെ നായകൻ ഞാനാ. തനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നല്ല ആഗ്രഹം. നമ്മൾ സെറ്റായ സിനിമ സെറ്റ്. ഹലോ ഹലോ ആ നമുക്ക് ആലോചിക്കാം. ഹലോ വൈകി. അയ്യോ, ഞാൻ വെക്കുവാ. ഡ്രസ് മാറ്. ചേട്ടാ, ഇവിടെ നിന്ന് നിർത്തിയേട്ടാ. ചേട്ടാ, ഇത് വെച്ചോട്ടോ. എന്റെ ഈശ്വര, എന്ത് ഈ കാണണേ? എടി വൈകി, അമ്മ, നിന്നെ ഇതിനാണ് ഞാൻ പഠിക്കാൻ വിടുന്നത്. അമ്മ, വാടി ഇവിടെ, വാ. അമ്മ, അയ്യോ, ആരോട്? നീ ആരെന്നെ തടയാ? വാ. എന്റെ അമ്മയൊന്നും ചെയ്യല്ലേ. അയ്യോ, അമ്മ, 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 ഈ തള്ളയുടെ പ്രാട്ടാട്ടം കാണാതെ മര്യാദയ്ക്ക് എന്നോട് വന്നാ നിനക്ക്
സാറേ വണ്ടി ഒന്ന് നിർത്ത് സാറേ. ഹലോ ഹലോ ചേച്ചി, ഇതില്ല അപ്പുറത്തെ വീട്ടിലെ എഴുന്നേക്ക് ചേച്ചി, തള്ളയില്ലേ? എഴുന്നേക്കാണ്. എന്റെ മോള് സാറേ സാറേ സാറിന് അറിയാലോ എന്റെ മോളെ തട്ടിക്കൊണ്ടു സാറേ. വൈകി ആരും തട്ടിക്കൊണ്ടുപോയി സാറേ, പ്ലീസ് എന്നെ സഹായിക്കും സാറേ. വൈകി ആരും കൊണ്ടുപോയി സാറേ, എന്റെ മോളെ എനിക്ക് വേണം സാറേ. ആരും കൊണ്ടുപോയി സാറേ, എന്റെ മോളെ ആരും കൊണ്ടുപോയി സാറേ. അയ്യോ എനിക്ക് എന്റെ മോളെ വേണം സാറേ. ജീവിതത്തിൽ മറ്റെല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവർ അത്യധികം സന്തോഷത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങുന്ന നേരമുണ്ട്. സ്വന്തം മക്കൾ കരഞ്ഞ് പിച്ച വെച്ച് കുറുമ്പ് കാട്ടി മുന്നോട്ട് വളർന്ന് തന്നോടൊപ്പം നടക്കുന്ന നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിൽ ഇന്നോളമുള്ള ജീവജാലങ്ങൾ അനുഭവിച്ച ആത്മസുഖങ്ങൾ പകരം വയ്ക്കാൻ സാക്ഷാൽ പടച്ച തമ്പുരാന് പോലും ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അവളെൻ്റെ എല്ലാമായിരുന്നു.